രാസലഹരിക്കെതിരെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മൈലക്കാടിന്റെ ഫുട്ബോൾ പ്രേമികളും മുൻ ഫുട്ബോൾ താരങ്ങളും ഇവിടെ അണിനിരക്കണമെന്ന് അപേക്ഷിക്കുന്നു. സേ ടു നോ ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കാൻ ആദിച്ചനല്ലൂർ പഞ്ചായത്തിന്റെ 16-ാം വാർഡും കുടുംബശ്രീ ADS അംഗങ്ങളും ചേർന്നിരിക്കുക ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം കുറിച്ചു. അതുപോലെ തന്നെ നൊവീനോ മയ്യനാടിന്റെ ശ്യാം എന്ന ഓമനപ്പേരിൽ അറിയുന്ന ശ്യാം പൊന്നൻ അവർ, ശ്രീ തങ്കച്ചൻ അവർ രണ്ടുപേരും മുൻ ദേശീയ താരങ്ങളാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്ത മത്സരങ്ങൾ ആവേശോജ്വലമായ ജനപ്രീതിയോടെ സമാപിച്ചു. ഫൈനലിൽ ആതിഥേയരായ ഡീഗോ മൈലക്കാടും മുട്ര FCയും മാറ്റുരച്ച ഫൈനൽ മത്സരത്തിൽ സ്പോർട്സ് അക്കാദമിക്കായി ബൂട്ടണിഞ്ഞ മുട്ര FC 1 ഗോളിന് വിജയം കൈവരിച്ചു. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ചടയമംഗലം അജയൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചരിത്രത്തിലാദ്യമായി വാർഡ് മെമ്പർ ടിങ്കുവിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഫുട്ബോൾ മത്സരവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ S ചന്ദ്രൻ അധ്യക്ഷയായി. നമസ്കാരം, ഞാൻ ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ S ചന്ദ്രൻ. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡ് കുടുംബശ്രീ CDSും ചേർന്ന് രാസലഹരിക്കെതിരെ നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സമാപന ദിവസമാണ്. 16 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഇന്ന് വരും ദിവസങ്ങളിൽ രാസലഹരിക്കെതിരെ ഇനിയും വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ടൂർണമെൻറ്റിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അണ്ടർ 15 നമ്മുടെ മത്സരം നടത്തിയത്. ആ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ജഗദീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. 16 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ കൊട്ടിയം SI സുജിത്ത് മത്സരാർത്ഥികൾക്ക് പ്രചോദനമായി. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കാൻ ആദിച്ചനല്ലൂർ പഞ്ചായത്തിന്റെ 16-ാം വാർഡും കുടുംബശ്രീയും ADSും ചേർന്ന് ഒരുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ അവസാനത്തെ 4 ടീമിൽ നമ്മുടെ സ്പോർട്സ് അക്കാദമിയുടെ 2 ടീമുകൾ എത്തിയിട്ടുള്ളതാണ്. 2 ടീമുകൾ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു. അവര് 3-ാം സ്ഥാനം നേടി. ഇനി 2 ടീമുകളുണ്ട്. അതിലൊന്ന് ഡീഗോ മൈലക്കാടും ഒന്ന് സ്പോർട്സ് അക്കാദമിയുടെ ടീമുമാണ്. അത് മുട്ര FC എന്നാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. ലഹരിക്കെതിരെ നടക്കുന്ന ഈ ടൂർണമെന്റിന് കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് ACP പ്രദീപ് സാർ അവറുകളാണ് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. സാറ് ഏറ്റവും ആപ്റ്റായ ഒരു ഉദ്ഘാടനമാണ് നമുക്ക് കിട്ടിയത്. കാരണം അദ്ദേഹം ബൈക്ക് റാലിയിലും ഹിമാലയൻ റാലിയിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ ഒരു ഫുട്ബോൾ കോച്ചാണ്. ഇനി A ലൈസൻസ് കിട്ടിയാൽ മതി അദ്ദേഹത്തിന്. Bയും Cയും ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ടൂർണമെന്റ് ആണ്. വളരെ ഭംഗിയായും വളരെ സമാനപരമായും കുട്ടികളുടെ ഐക്യം വളർത്തുന്നതിനും ഒക്കെ ഈ ടൂർണമെന്റ് സഹായിച്ചിട്ടുണ്ട്. 16 ടീമുകളാണ് ഇവിടെ പങ്കെടുത്തത്. ഏതാണ്ട് 700ഓളം കളിക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാ ആശംസകളും നേരുകയാണ്. രാസലഹരിക്കെതിരായിട്ട് മൈലക്കാട് ക്ഷേത്ര മൈതാനിയിൽ മൈലക്കാട് ആദിച്ചനല്ലൂർ പഞ്ചായത്തും ഇവിടുത്തുള്ള ഫുട്ബോൾ ടൂർണമെന്റ് 15 വയസ്സിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലാണെന്ന് വളരെ മനോഹരമായിട്ട് നടന്നു വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് നിരവധി കൊച്ചുകുട്ടികളെ നമുക്ക് കൊല്ലം ജില്ലാ ടീമിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവരുടെ നല്ല പ്രാക്ടീസും നല്ല ശീലങ്ങളും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു സ്റ്റേറ്റൊക്കെ കളിച്ച് സ്കൂൾ നാഷണൽസൊക്കെ കളിച്ച് ഭാവി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. കേരളം 24